നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ തലപ്പത്തെത്താൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനോ? അങ്ങനെ ഒരു സർപ്രൈസ് നീക്കത്തിലേക്ക് ബി.ജെ.പി കടക്കുകയാണ്. വനിതാ പ്രാതിനിധ്യമെന്ന ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് സംസ്ഥാന ബി.ജെ.പി ഇനി വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശോഭയെ മുൻനിർത്തിയാണ്. ഇതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിനും വലിയ തോതിലുള്ളൊരു സ്വാധീനമാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ സംസ്ഥാന ബി.ജെ.പിയെ ഇനി ആര് നയിക്കുമെന്നുള്ളതിൻ്റെ സസ്പെൻസ് നീങ്ങാനൊരുങ്ങുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യം അറിയാം. ഡൽഹിയിൽ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെലക്ഷൻ നടപടികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കെ സുരേന്ദ്രൻ ഇനിയും തുടരണമോ വേണ്ടയോ എന്ന കാര്യം, അത് വേണ്ട എന്നുള്ള നിലപാട് ഒരുപക്ഷേ ദേശീയ നേതൃത്വം സ്വീകരിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അന്തിമ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ ബി.ജെ.പി കേരളത്തിലെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനം വൈകിപ്പിക്കുകയാണ്. കേരള ബി.ജെ.പിയെ നയിക്കാൻ ആരാണ് വേണ്ടത്? ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവ് തന്നെ ആയിരിക്കണം. ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കണം. ഏകോപിപ്പിച്ച് ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയണം. അങ്ങനെയുള്ള വാർത്തകൾ കുറച്ച് നാളായി തന്നെ പുറത്തു വരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1-2 മാസമായി ഇത് ചർച്ചയാകുന്നു. അധികം വൈകാതെ തന്നെ പുതിയ അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കും. ജനപ്രിയ നേതാവ് കൂടിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും ഇത്തവണ മുൻപന്തിയിലുണ്ടാവുക എന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ എന്തായിരിക്കും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുക എന്നുള്ളത് അവസാന നിമിഷം മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പി നേതാക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിമത ചേരിയിൽ നിൽക്കുകയാണ് ശോഭ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയാൽ മുരളീധരൻ, സുരേന്ദ്രൻ ഗ്രൂപ്പിനൊക്കെ തന്നെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അതൊരു ഭാഗത്ത് ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിനെയൊക്കെ, ഈ പിടലപ്പിണക്കങ്ങളെയൊക്കെ തന്നെ പരിഹരിക്കാനും രമ്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും നിർണായകമായൊരു തിരഞ്ഞെടുപ്പിനെയാണ് ഇനി ബി.ജെ.പി അഭിമുഖീകരിക്കാനായി പോകുന്നത്. 2026 തിരഞ്ഞെടുപ്പും 25 തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും. നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ നേട്ടം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റ് വിവാദങ്ങളിലേക്ക് കടക്കാതെ, മറ്റ് പ്രശ്നങ്ങളിലേക്ക് നയിക്കാതെ ഒത്തൊരുമയോടുകൂടി എങ്ങനെ ബി.ജെ.പിയെ മുന്നോട്ട് കൊണ്ടുപോകാം, ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും, ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ എത്തിക്കാൻ, അത് വോട്ടായി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നുള്ള ഒരു ഇന്നർ എൻജിനീയറിംഗ് ആണ് ബി.ജെ.പി നടത്തുക. RSSന് കൂടി ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തിയെ തന്നെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റായി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കേരള വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ വി മുരളീധരനായിരിക്കും ആ സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനെന്നും ഇതിനു മുൻപും മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ, BDJS അടക്കമുള്ള രൂപീകരണം, ഇതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായി നോക്കി കാണുന്നുണ്ട്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഒരു ടഗ് ഓഫ് വാർ ഉണ്ടായതും ത്രികോണ മത്സരം നടന്നതും വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയാണ്, കേരളത്തിലെ ആരാധ്യനായ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധ്യക്ഷ പദവി അലങ്കരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം മുന്നേറ്റം ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചതും മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോഴാണ്. നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് മുരളീധരൻ വീണ്ടും എത്തണമെന്നുള്ള ആവശ്യം ഒരു ഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വന്നാൽ ശോഭയുടെ സാധ്യതകളൊക്കെ തന്നെ മങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. നിഷ്പ്രഭമാകുമെന്നതും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. എന്നാൽ ഒരു പുതുമുഖം എന്ന രീതിയിലും ഒരു ബ്രാൻഡ് എന്ന രീതിയിലും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ കൂടി അധ്യക്ഷനാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ ആ സാധ്യതകളെയൊക്കെ തന്നെ തള്ളിക്കളയാവുന്ന ചില പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ അടുത്തായി നടത്തി പോരുന്നുണ്ട്. മാസത്തിൽ ഒരാഴ്ചയെങ്കിലും തിരുവനന്തപുരത്തെത്തുകയും ഇവിടുത്തെ വീട്ടിൽ നിന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആശാവർക്കർമാർ അടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ വിഷയത്തിലടക്കം ഇടപെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. ഇതിനേറെ പറയുന്നു, ഈ നിമിഷം തന്നെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ചില ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കാര്യക്ഷമമായി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അതടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു നേതാവിനും കഴിയാത്ത രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനായി മാത്രം ഒതുക്കേണ്ടതില്ല, പകരം അടുത്ത ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം പരിഗണിക്കാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ ഒരു സാധ്യത അദ്ദേഹത്തിന് നോക്കി കാണുന്നുണ്ട്. ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചപ്പോൾ കേവലം 10-16,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം നഷ്ടമായത്. എന്നിരുന്നാലും 20 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് 2ാം സ്ഥാനത്ത് നിലനിർത്താനും ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാനുമായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നഗരത്തിൽ ഏകദേശം 8ഓളം മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയതും 8ഓളം മണ്ഡലങ്ങളിൽ
BJPയെ മുന്നോട്ട് നയിച്ചതുമൊക്കെ അനുകൂല ഘടകമായി നോക്കിക്കാണുന്നുണ്ട്. BJPക്ക് പ്ലസ് പോയിൻ്റായി കാണുന്നതും ആ ഒരു നേട്ടം തന്നെയാണ്. കെ സുരേന്ദ്രൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാമല്ലോ എന്നുള്ള സൂചനകൾ കേൾക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും അധികം സ്വീകാര്യനാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഇതൊന്നും തന്നെ ഇതുവരെയും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇനി രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ ഇനിയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിനെയും നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നിർണായകമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. വട്ടിയൂർക്കാവിലോ നേമത്തോ രാജീവ് ചന്ദ്രശേഖറിന് ഒരുപക്ഷെ സാധ്യതകളുണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ജനുവരിയിൽ തന്നെ അധ്യക്ഷന്മാരെ തീരുമാനിച്ച് ഫെബ്രുവരിയിൽ അത് പ്രസിദ്ധപ്പെടുത്തി മാർച്ചോടുകൂടി ഏകോപിപ്പിച്ചുള്ളൊരു പ്രവർത്തനമായിരുന്നു നേരത്തെ പദ്ധതിയിട്ടത്. പക്ഷേ അതൊക്കെ തന്നെ താളം തെറ്റുകയാണ് ചെയ്തത്. ഇതിനിടയിൽ മണിപ്പൂരിലെ പ്രതിസന്ധി മുന്നിൽ വന്നിരുന്നു. അതിന് പിന്നാലെ ഡൽഹി തിരഞ്ഞെടുപ്പ് അടക്കം ഉണ്ടായത് BJPയെ സംബന്ധിച്ച് ചില കാലതാമസങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു. അങ്ങനെയാണ് ഈ തീരുമാനം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായിരുന്നാലും ഇനി അത് നീണ്ടുപോകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൂടാതെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT രമേശിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. സീനിയോറിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിന് MT രമേശിനെയാണ് പരിഗണിക്കാനായി സാധിക്കുക. കെ സുരേന്ദ്രനെക്കാളും മുന്നേ MT രമേശ് ആയിരുന്നു എത്തേണ്ടത് എന്നുള്ള ഒരു സൂചന നേരത്തെ നൽകിയിരുന്നു. ദേശീയ നേതൃത്വം അനുകൂല നിലപാടിലല്ല എന്ന് വേണം കരുതാൻ. BJPക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ജനങ്ങളെ ആകർഷിക്കാനും കഴിയുന്ന ഒരു ഫയർ ബ്രാൻഡ് നേതാവിനെ തന്നെയാണ് നിലവിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് അതിൽ സാധ്യത കൂടുതലായി രാജീവ് ചന്ദ്രശേഖറിനോ ശോഭാ സുരേന്ദ്രനോ ഒക്കെ തന്നെ ലഭിക്കാൻ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം ദേശീയ നേതൃത്വം പങ്കുവയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശോഭ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതും ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നതും വീട്ടമ്മമാരുടെ വോട്ട് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതുമൊക്കെ വലിയ നേട്ടമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള ബന്ധം, അമിത്ഷായും നരേന്ദ്രമോദിയുമായിട്ടുള്ള അടുപ്പം, ഇതൊക്കെ തന്നെ അനുകൂലമായി മാറുമെന്നാണ് നിലവിൽ കരുതുന്നത്. പക്ഷേ ഗ്രൂപ്പ് വിഭാഗീയത തന്നെയാണ് ശോഭയ്ക്കെതിരെ നിൽക്കുന്ന ഒരു പ്രധാന ഘടകം. ഒരു സ്ത്രീ തന്നെ BJPയെ നയിക്കട്ടെ, വനിതാ പ്രാതിനിധ്യം ശക്തമായി തന്നെ നേതൃനിരയിൽ ഉണ്ടാകട്ടെ എന്ന് ഒരുപക്ഷേ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ മറ്റൊന്നും തന്നെ നോക്കേണ്ടതില്ല, ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കും ഇനി BJPയുടെ സംസ്ഥാന അധ്യക്ഷ. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിക്കഴിയുമ്പോൾ പല പേരുകൾ ഇത്തരത്തിൽ നേതൃത്വം പരിഗണിക്കുമെന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ട് പുതിയ പരീക്ഷണങ്ങൾ ഒരുപക്ഷേ പാർട്ടി നടത്തിയേക്കും. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടന്നതുകൊണ്ടാണ് നേരത്തെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകിയത്. രാജസ്ഥാനിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് മദൻ റാത്തോഡിനെ തന്നെ ഇത്തവണ വീണ്ടും അധ്യക്ഷനായി തിരഞ്ഞെടുത്തതുകൊണ്ട് കേരളത്തിലും അത് സംഭവിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. 5 വർഷം സ്ഥാനത്ത് തുടർന്നവർ ഒഴിയണമെന്നുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് കെ സുരേന്ദ്രൻ മാറേണ്ടതാണ്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതുവരെ തുടരട്ടെ എന്ന് ഒരുപക്ഷേ കേന്ദ്രം തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ തുടരും. പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നു. അങ്ങനെ വന്നാൽ 2026 വരെ ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല എന്നാണ് കെ സുരേന്ദ്രൻ കരുതുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MT രമേശിന് പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും തന്നെ കേൾക്കുന്നില്ല. ഡൽഹിയിൽ തന്നെ വനിതാ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സമാനമായ നിലപാട് അധ്യക്ഷ സ്ഥാനങ്ങളിലും പദവിയിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശോഭയിലേക്ക് തന്നെ ആയിരിക്കും നറുക്ക് കുടിച്ചെന്നെത്തിക്കുന്നത്. കേരളത്തിലെ BJPയിലെ ക്രൗഡ് പുള്ളറായും ഫയർ ബ്രാൻഡായും ഒക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെ നോക്കിക്കാണുന്നതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിൻ്റെ കണ്ണിലെ കരട് കൂടിയാണ് ശോഭ. ദേശീയ തലത്തിലെ ഒരു ഭാഗം നേതാക്കളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നതും ശോഭയ്ക്ക് അനുകൂലമാണ്. തരാതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള BJPയിൽ മാറ്റത്തിൻ്റെ ഒരു പുതിയ മുഖം അത് പരീക്ഷിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ, അതാണ് കണ്ടറിയേണ്ടത്. അങ്ങനെ ആയാൽ പുതിയൊരു പേര് വരും, പുതിയൊരു മുഖം നമുക്കേവർക്കും കാണാനായി സാധിക്കുമെന്ന് വേണം കരുതാൻ. ഇതുവരെ 11 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 36 പ്രസിഡന്റുമാരിൽ പകുതി ആളുകളായാൽ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധിക്കും. JP നദ്ദയാണ് നിലവിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ്. 2020 മുതൽ അദ്ദേഹം ദേശീയ അധ്യക്ഷനായി തുടരുകയാണ്. അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാർച്ചിൽ തന്നെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. മാർച്ച് പകുതിയായിട്ടുണ്ട്. ജനുവരി അവസാനത്തോടെയാണ് സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചത്. പക്ഷേ അത് കുറച്ച് ഡൽഹി പ്രചരണ ചൂടുമടക്കം വന്നപ്പോൾ, തിരഞ്ഞെടുപ്പ് ചൂടടക്കം വന്നപ്പോൾ കാലതാമസം നേരിടുകയായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.